ഒരു കിടുക്കാച്ചി കേർവ്ഡ് റൂഫ് കൺസെപ്റ്റ് ചെയ്തേക്കുന്ന ഒരു വീട് പരിചയപ്പെട്ടാലോ? വാ, കാണിച്ചു തരാം. നമ്മുടെ ടെൻഷൻസും ഒക്കെ നമുക്ക് കഴുകിക്കളയാൻ പറ്റുന്ന ഒരു വീടാണിത്. അതായത് നമുക്കിവിടെ താമസിക്കുമ്പോൾ നമുക്കൊരു ആംബിയൻസ് എല്ലാം ആ ഒരു രീതിയിലാണ്. അതായത് ഈ ഒരു പ്രൊജക്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പാറപ്പുറം എന്ന സ്ഥലത്താണ്, എറണാകുളം ജില്ലയിൽ. അവിടെ ഒരു ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഏക്കർ ലാൻഡ് ഉണ്ട്. അപ്പോൾ അതിലൊരു 20 സെൻറ്റ്സ് മാത്രം നമ്മൾ പ്ലോട്ടിന് വേണ്ടി തിരിച്ചിട്ട് അതിലായിരുന്നു ഈ വീട് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ സൈറ്റിൽ ആദ്യമായിട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സായിട്ടുള്ള ഒരു കിണർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ കിണർ പിന്നെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം അതെല്ലാം തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അത് റിറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ഇതിൻ്റെ ഡിസൈൻ പൂർത്തീകരിച്ചത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ റൂഫിംഗ് പാറ്റേൺ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കേർവ്ഡ് റൂഫ് കൺസെപ്റ്റ് ചെയ്തൊരു വീടാണ്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സിംഗിൾ സ്റ്റോറി വീടാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഇതിൻ്റെ എലിവേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ മഴയിൽ നിന്നും വെയിലിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാനും കൂടെയാണ് നമ്മൾ ഇങ്ങനൊരു കേർവ്ഡ് പാറ്റേണിലുള്ള റൂഫിംഗാണ് കൊടുത്തത്. ഈ വാട്ടർ ബോഡി അതിനെ ഒരു ഫോക്കൽ പോയിൻ്റായിട്ട് നിലനിർത്തിക്കൊണ്ടാണ് ഇതിൻ്റെ അകത്തളങ്ങളെല്ലാം ആ ഒരു വാട്ടർ ബോഡിയിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ എൻ്റയർ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ വാതിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഒറ്റ ഡോർ കം വിൻഡോ ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഡോറ് ഫുൾ വീതിയിൽ, ഭിത്തിയുടെ അതേ വീതിയിൽ ചെയ്യുകയും ബാക്കി വിൻഡോസ് കംപ്ലീറ്റ് ഫ്രഞ്ച് വിൻഡോസാണ്. അതായത് 210 ലെവലിൽ 7 അടി പൊക്കത്തിൽ താഴെ വരെ ഫ്ലോർ വരെ മുട്ടുന്ന രീതിയിലുള്ള വിൻഡോസാണ് നമുക്കുള്ളത്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഡ്രോയിങ് ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെയ്തേക്കണം. ഒരു 4x4.5 മീറ്റർ ഉണ്ട് ടോട്ടൽ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിൻ്റെ ടോട്ടൽ ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഡ്രോയിങ് റൂമിൻ്റെ ഫുൾ കംപ്ലീറ്റ് വ്യൂ വരുന്നത് നമുക്ക് ആ ഒരു വാട്ടർ ബോഡിയിലേക്കാണ്. നമുക്ക് ആ വാട്ടർ ബോഡിയിലേക്കുള്ള വ്യൂ ഈവൻ മോർ കുറച്ച് ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബെഞ്ചാണ് ഇവിടെ സജസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ബാക്കി ഈ കംപ്ലീറ്റ് സോഫയിലേക്ക് വ്യൂ വരും. അതുപോലെ തന്നെ നമുക്ക് ഈ വിൻഡോസൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സോഫയുടെ ബാക്കിൽ കൂടെ പ്രോപ്പറായിട്ട് നമ്മളൊരു സ്പേസ് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിൻഡോസെല്ലാം ആക്സസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഇവിടെ നമ്മൾ നോർമൽ കർട്ടൻസിന് പകരം ബ്ലൈൻഡ്സാണ് നമ്മളിവിടെ പ്രിഫർ ചെയ്തേക്കുന്നത്. സീലിംഗ് കംപ്ലീറ്റ് നമുക്ക് ജിപ്സത്തിലാണ് ചെയ്തേക്കുന്നത്. ഡ്രോയിങ് റൂമിൽ നിന്ന് ഈ പാസേജ് വഴി കിടക്കുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് ലിവിങ് ഏരിയയിലാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലായത് ഈ ലിവിങ്ങും ഡൈനിങ്ങും കൂടെ ഒറ്റൊരു ഹോളായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ഭിത്തിയല്ല, ഇവിടെ നമ്മൾ ഇൻറ്റീരിയർ പാർട്ടീഷനാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇത് കറക്റ്റ് സെൻട്രലൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു വാട്ടർ ബോഡിയിലേക്ക് വരുന്നത്. അപ്പോൾ വാട്ടർ ബോഡിക്ക് മുന്നേ ആയിട്ട് നമുക്കിവിടെ കുറച്ചും കൂടെ എൻജോയ് ആയിട്ട് നമുക്കിവിടെ ഒരു ചെറിയൊരു പാറ്റിയോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്യൂരിറ്റി ആസ്പെക്റ്റ് അല്ലെങ്കിൽ AC ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ UPVC ഡോർ വിൻഡോ വെച്ചിട്ട് അല്ലെങ്കിൽ UPVC ഡോർ വെച്ച് നമുക്ക് കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് വയ്ക്കാൻ കഴിയുന്നതാണ്. പിന്നെ നമ്മളൊരു സെക്യൂരിറ്റി ആസ്പെക്ട്സ് നോക്കിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ടൊരു റോളിംഗ് ഷട്ടറും കൂടെ, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ അതിൻ്റെ ഇത് റോളിംഗ് ഷട്ടറിൻ്റെ റെയിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് ആക്സസ് ചെയ്യും. അപ്പോൾ നോർമലി രാത്രി സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ റോളിംഗ് ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ സെക്യൂരിറ്റി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ടോട്ടൽ നമുക്ക് 3 ബെഡ്റൂംസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോറ് വുഡ് തന്നെയാണ്, പക്ഷേ നമ്മളത് പെയിൻറ്റ് ചെയ്തെടുത്തേക്കാണ് വൈറ്റ്. ഇതാണ് അത്യാവശ്യം 4x4 മീറ്റർ സൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, അതായത് നമ്മൾ ബേസിക് വാസ്തുവെല്ലാം നോക്കിയിട്ടാണ് ഈ പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്. ബാക്കി നമുക്ക് വിൻഡോസൊക്കെ ആണെങ്കിലും എല്ലാം കംപ്ലീറ്റ് ഫ്രഞ്ച് വിൻഡോസാണ്. നമുക്ക് വാർഡ്രോബ്സൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഭിത്തി തന്നെ കറക്റ്റ് ഫ്ലഷ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഒരു ടോയ്ലറ്റ് ഏരിയ ആണുള്ളത്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയൊക്കെ തിരിച്ചിട്ടുള്ളൊരു ടോയ്ലറ്റാണിത്. പിന്നെ ഡൈനിങ് ഏരിയയും കിച്ചണും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഓപ്പൺ കൺസെപ്റ്റ് തന്നെയാണ് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ളത്. നമ്മളൊരു പാൻട്രി ടേബിൾ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തത്. അടുക്കളയിൽ നിൽക്കുമ്പോൾ പോലും നമുക്ക് ഈ അടുക്കളയിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് നമുക്ക് ആ ഒരു വാട്ടർ ബോഡിയിലേക്ക് നമുക്ക് എൻ്റർ വ്യൂ കിട്ടുന്നതാണ്. അപ്പോൾ ഒരാളിവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നമുക്കൊരു എപ്പോഴും ആ ഒരു മനസ്സിന് നമുക്ക് റിലാക്സേഷൻ കിട്ടും എപ്പോഴും വാട്ടർ ബോഡിയൊക്കെ കാണുമ്പോൾ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് എൻ്റയർ വീട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് ചിമ്മിനിയുടെ ഒക്കെ പൊസിഷൻസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് എക്സിസ്റ്റിംഗ് വിൻഡോസിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ഇലക്ട്രിക് ചിമ്മിനി പൊസിഷൻ ചെയ്തേക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് ഇൻബിൽറ്റ് ക്യാബിനറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. പിന്നീട് ഇത് കോമൺലി ഉള്ള വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെയ്തേക്കുന്നത്. ഇവിടെ ഹുഡ് ആൻഡ് ഹോബും ഉണ്ട്. നമുക്ക് ബാക്കി കൂടുതലും പാത്രം കഴുകുന്നതും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്, അതായത് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് നമ്മൾ അതിൻ്റെ ആക്സസ് കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. ഈ ഒരു സെക്കൻഡ് ബെഡ്റൂമിൻ്റെ അത് പെക്യുലാരിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളൊരു നോർമൽ ഒരു സെൻറ്ററിലൊരു 3 പാളി 2 പാളിയൊക്കെയാണ് സാധനം കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ കൊടുത്തത് ഒരു വിൻഡോ, അത് കഴിഞ്ഞിട്ട് ബ്രിക്ക് വർക്ക്, എഗെയിൻ വിൻഡോ, അത് കഴിഞ്ഞ് ബ്രിക്ക് വർക്ക്, അത് കഴിഞ്ഞ് വിൻഡോ. ഈ ഒരു രീതിയിലാണ് ഈ ഒരു റൂം അറേഞ്ച് ചെയ്തത്.
ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണിത്. അപ്പോൾ നിങ്ങൾക്ക് സീലിംഗ് നോക്കിയാൽ കാണാം, നമ്മൾ ജിപ്സം വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ സൈഡിൽ ഹെഡ് റെസ്റ്റ് ചെയ്യുന്ന ഏരിയയിൽ കാണാൻ കഴിയുന്നതാണ്. അവൾ അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നതാണ്. പിന്നെ അതുപോലെ ഈ റൂമിനും ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫീച്ചറായിട്ട് ഡ്രസ്സിങ് റൂമും ഉണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ്സ് ഈ പറഞ്ഞ പോലെ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തിരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ബാത്റൂമിൻ്റെ ഡോഴ്സ് എല്ലാം തന്നെ ഇതിൽ കംപ്ലീറ്റ് നമുക്ക് WPCയിലാണ് ചെയ്തിട്ടുള്ളത്.